ഞാൻ ഈ വാഹനം പോയി ഇടിക്കുന്നൊന്നും കണ്ട ആളല്ല കേട്ടോ. അതിന് 5 കിലോമീറ്റർ മുമ്പ് ഒരു പെട്രോൾ പമ്പിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ വാഹനം ആക്രമിക്കപ്പെടുന്നതാണ് ഞാൻ കണ്ടത്. അതിൽ തന്നെയാണ് ഈ കാറിന്റെ ബാക്കി ചില്ല അടിച്ചു പൊട്ടിക്കുന്നത് കണ്ടത്. CBI ക്രൈംബ്രാഞ്ചിനോടൊക്കെ ഞാൻ ആ ചില്ല എങ്ങനെ പൊട്ടിയെന്ന് വെച്ചപ്പോൾ അവർക്ക് അതിന് മാത്രം മറുപടി ഉണ്ടായില്ല പറയാനായിട്ട്. ആ ചില്ല് പൊട്ടിച്ച് കണ്ടത് ആരും ഇന്നുവരെ മൊഴി പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഞാൻ കിടന്ന പമ്പിന്റെ അവിടെ നിന്ന് 6 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ അപകടം നടക്കുന്നത്. അപ്പൊ ഞാൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇടിച്ച് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഡബിൾ ഇൻഡിക്കേറ്റർ ഒരു കാർ ഓൺ ഞെക്കി പിടിച്ചുകൊണ്ട് തിരുവനന്തപുരം സൈഡിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്നത്. നമുക്ക് എന്റെ വണ്ടി എന്താണെന്ന് പോലും കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല. ഒരു ചുവന്ന വണ്ടി പാഞ്ഞു പോകാണ്ട് ഏകദേശം സിറ്റ് കണക്കാണെന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4 കിലോമീറ്റർ മുന്നോട്ടേക്ക് ചെല്ലുമ്പോഴാണ് ഈ വണ്ടി അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് ഞാൻ കാണുന്നത്. അവിടെ ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ഈ ഇവിടെ ആക്രമിക്കപ്പെട്ട കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു 12ഓളം പേരുണ്ട്. അവരും അത് കൂടാണ്ട് ഒരു 5-8 പേരും കൂടി ഏകദേശം 19 പേര് കാണും അവിടെ നിൽക്കുന്നത്. റോഡിൽ വടിവാളായിട്ട് നിൽക്കുന്ന സീനിലാണ് ഞാൻ ചെല്ലുന്നത്. അവിടെ വണ്ടി നിർത്താൻ നോക്കുമ്പോൾ അവർ അസത്യമായിട്ടുള്ള ഭാഷയിൽ എന്നോട് സംസാരിച്ച് ഞാൻ ഡോറ് തുറന്നപ്പോൾ അത് തല്ലി അടച്ച് ഓടിച്ചിട്ട് തന്നെ വിടുകയത്. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ കാറിന്റെ ചില്ല് പൊട്ടിയത് കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ആക്രമിച്ച വണ്ടിയാണെന്ന് ഞാൻ